പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പറയാനുള്ള കാര്യം ഇന്നലെ പറഞ്ഞല്ലോ. ഇനി ആ റിപ്പോർട്ട് വരട്ടെ. ഒരു മാസത്തെ കാലമാണല്ലോ. ആ റിപ്പോർട്ട് സത്യസന്ധമാണെങ്കിൽ മന്ത്രി ശ്രീ എ കെ ശശി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നമുക്ക് പറയാം. അല്ല, ഒന്നും പറയില്ലെന്ന് പാർട്ടിക്ക് എഴുതി കൊടുത്തില്ല, പിന്നെ പറയിപ്പിക്കും. ഞാൻ ആ പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇത് കഴിഞ്ഞ വരെ നിങ്ങൾ ആരും ബുദ്ധിമുട്ടാക്കരുന്നില്ല. ആ വിജയാനന്ദൻ IFS അവർകൾ ബഹുമാനപ്പെട്ട APCC 100% ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഞാൻ പറഞ്ഞത് തന്നെ വാസ്തവം. ഈ പറഞ്ഞത് ഞാൻ കേരളത്തിന്റെ നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്. ഈ പന്നിശല്യം സഭയിൽ ഉന്നയിച്ചപ്പോ ഇവര് കൊടുത്ത റിപ്പോർട്ട് നിലമ്പൂരിൽ 2000 പന്നികളുണ്ട്. ഞാനന്ന് ബഹുമാനപ്പെട്ട ഈ മിനിസ്ട്രിയില്ല, കഴിഞ്ഞ മിനിസ്ട്രിയിൽ അന്ന് രാജ്യ മിനിസ്റ്ററോട് ഞാൻ പറഞ്ഞു, 2 വാഗൺ തീവണ്ടി ഇങ്ങോട്ട് അയക്കാൻ 50,000 പന്നിനെ ഞാൻ കയറ്റി വിട്ടു കൊടുക്കാന്ന് പറഞ്ഞു നിലമ്പൂരിൽ. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ഥിതി. ഒരു ജനകീയ മുഖമില്ല. ഏത് ഭരണകക്ഷിയാണെങ്കിലും ആ ഗവൺമെന്റിനെ ജനങ്ങൾക്കെതിരാക്കും. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ഈ മലയാള 10-60 നിയമസഭാ മണ്ഡലമുണ്ട്. ജനങ്ങൾ 10-15% ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അല്ല, ഇത് സർക്കാരിനെതിരാണല്ലോ. ഇത് സർക്കാരിനെതിരല്ലോ, ഈ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തോന്നിവാസത്തിനെതിരാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടല്ലോ, 15 കോടി രൂപയുടെ പ്രൊജക്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന അതിന്റെ ഉദ്ഘാടനമാണ്. 6-7 ബിൽഡിംഗ് ആണ്. എന്താ ആവശ്യത്തിന് നിലവിലുള്ള ബിൽഡിങ്ങുകളുണ്ട്, അത്യാവശ്യം ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഇവിടെ മനുഷ്യര് ഈ മൃഗശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുന്ന സ്ഥിതിയാ നിലമ്പൂര്. 70% ഫോറസ്റ്റാണ് നിലമ്പൂരിൽ. അവിടെ ഫെൻസിങ് ചെയ്യാൻ പൈസ ഉപയോഗിക്കുന്നതിന് പകരം വളരെ ഭാഗികമായ കണ്ണിൽ പൊടിയിലുള്ള ഒരു എമൗണ്ട് ഫെൻസിങ്ങിന് എടുത്തിട്ട് ബാക്കി മുഴുവൻ ഈ കെട്ടിടം അവരുടെ സൗകര്യം നിങ്ങൾ കാണും. നിങ്ങളൊന്ന് ഫോട്ടോ എടുത്ത് കൊടുക്ക്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരുപാട് കെട്ടിടം വെറുതെ കിടക്കുന്നത്. ഇതിന്റെ 10 പൈസ ഉണ്ടെങ്കിൽ അത് എന്താ പറയാ, റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഈ നാട്ടുകാരെ നിങ്ങൾക്ക് അറിയാലോ, എന്തത് ചെയ്യാത്തത്? അത് തന്നെയാണ് പ്രശ്നം. പണം കൊണ്ടേ കുഴിച്ചിടണം. അത് അവരുടെ സൗകര്യത്തിനാണ്. ജനങ്ങളായിട്ടൊരു ബന്ധമില്ല. അത് തന്നെ വിഷയം. നോ മോർ അജിത് കുമാർ ആഫ്റ്റർ ദ റിപ്പോർട്ട് ഓൺലി.